നിങ്ങൾ പോയിക്കോ. പോയി വണ്ടി കയറി, ബാക്കിയൊക്കെ വീട്ടിൽ ചെന്നിട്ട്. കഷ്ടം തന്നെ. ഇതൊക്കെ ഏതാടാ? ആ ചേച്ചിയുടെ വിധി. പറഞ്ഞിട്ട് കാര്യമല്ലോ. അച്ചോ. അല്ല, ആരാ ഇത്? എവിടെയായിരുന്നു 2 ദിവസം? ഒന്നും പറയണ്ട അച്ചോ, ചെറുതായിട്ടൊരു പനിയടിച്ചു. ഈ നെറ്റിക്ക് എന്താ പറ്റിയേ? അത് പറയാനാണെങ്കിൽ വലിയൊരു കഥയാ. കുട്ടി പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. എന്റെ ഡ്രൈവിംഗ് അടിപൊളിയായതുകൊണ്ട് സിഗ്നൽ ഇടാതെ ഒന്ന് ക്രോസ് ചെയ്തു. ഒരു ഓട്ടോ വന്നിടിച്ചു. എന്നിട്ട് നെറ്റിയും മുറിഞ്ഞും ബോധം പോയി. അവരെന്നെ അടുത്ത് ഹോസ്പിറ്റലിലാക്കി. അതിലൊരാള് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിരുന്നതാ. വല്ല കേസോ വഴക്കോ ആവോന്ന് പേടിച്ച് ക്യാഷ് കൊടുത്ത് അവര് പോയി. സംഗതി എന്റെ മിസ്റ്റേക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ അന്വേഷിച്ചു പോയി. അങ്ങനെ അവരുടെ കൂടെ എന്നെ കണ്ടേന് കെട്ടിയോനാകെ പ്രശ്നം ഉണ്ടാക്കി. പുള്ളിക്കാരന് നേരത്തെ സംശയം ഉണ്ടായിരുന്നോ? ഇത് തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോ ഞങ്ങൾ ഒരു കല്യാണത്തിന് പോയി. അവിടെ വെച്ച് എന്റെ പഴയ കാമുകനെ കണ്ടു. ഒന്ന് ചിരിച്ചു സംസാരിച്ചു. അത് പുള്ളിക്കാരൻ കണ്ടു. അവിടെ വെച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ പുള്ളിക്കാരനാകെ മാറി. ഇതിനെക്കുറിച്ച് തന്നെയായി ചോദ്യം. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു നോക്കി. ഇപ്പൊ അവന്റെ മനസ്സിലോ ചിന്തയിലോ പോലും ഇല്ല അദ്ദേഹം കുഞ്ഞു മാത്രമേ ഉള്ളൂന്ന്. വിശ്വസിക്കാൻ കൂട്ടാക്കിയതേയില്ല. അന്നു മുതൽ ഞാൻ എവിടെ പോയിട്ട് വന്നാലും എന്റെ മൊബൈൽ ചെക്ക് ചെയ്യും.